CPM ജനറൽ സെക്രട്ടറി എം എ ബേബി നമുക്കിപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ എം എ ബേബി, ഈ നിമിഷത്തിൽ എങ്ങനെയാണ്, എന്തൊക്കെയാണ് അങ്ങേക്ക് അവർ ഒപ്പം ഉണ്ടായിരുന്ന പ്രവർത്തനത്തെ പറ്റിയും ഒപ്പം തന്നെ സഖാവ് കാനത്തിൽ ജമീലയെ എങ്ങനെയാണ് അങ്ങ് ഓർക്കുന്നത്? വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സഖാവ് കാനത്തിൽ ജമീലയുടെ മരണ വാർത്ത എത്തിയത്. അല്ലാതെ പ്രശ്നമാവുന്ന ഒരു അസുഖം ബാധിച്ച് ചികിത്സയിലായിരുന്നു സഖാവ് എന്നറിയാമായിരുന്നു. പക്ഷേ ഇത്ര വേഗം നമ്മൾ വിട്ടുപിരിയുമെന്ന് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. ത്രിതല പഞ്ചായത്ത് സ്ഥാപനങ്ങളുടെ വ്യത്യസ്ത ചുമതലകൾ വഹിച്ച് കഴിവ് തെളിയിച്ച നേതാവെന്നുള്ള നിലയിലാണ് സംസ്ഥാന നിയമസഭയിലേക്ക് സഖാവ് കാനത്തിൽ ജമീലയെ മത്സരിപ്പിക്കാൻ പാർട്ടി തീരുമാനിച്ചത്. വളരെ നല്ല നിലയിൽ ജനങ്ങളുമായി ബന്ധം പുലർത്തി ഒരു സാധാരണക്കാരിയെ പോലെ ജനങ്ങളോട് സംസാരിച്ചിടപെട്ട് ജീവിച്ച തികച്ചും ജനകീയമായ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ, മാതൃകാപരമായ രാഷ്ട്രീയ പ്രവർത്തന ശൈലിയുടെ ഉടമയായിരുന്നു സഖാവ് കാനത്തിൽ ജമീല. എനിക്ക് ഒട്ടേറെ സന്ദർഭങ്ങളിൽ സഖാവുമായിട്ട് ഇടപഴകാൻ അവസരമുണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം നമുക്ക് വളരെ ബഹുമാനം തോന്നുന്ന, അഭിമാനം തോന്നുന്ന ഒരു പെരുമാറ്റ വൈശിഷ്ട്യം സഖാവ് കാനത്തിൽ ജമീലയ്ക്കുണ്ടായിരുന്നു. വളരെ വലിയ നഷ്ടമാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രത്തോളം പ്രഗത്ഭയായ ഒരു പാർട്ടി പ്രവർത്തക, ജനപ്രതിനിധി പാർട്ടിക്ക് നഷ്ടമാവുന്നത്. സഖാവിൻ്റെ കുടുംബാംഗങ്ങളോടും നാട്ടിലെ സഖാവിൻ്റെ കുടുംബാംഗങ്ങളെപ്പോലെ അടുപ്പമുണ്ടായിരുന്ന പാർട്ടി സഖാക്കളോടും ഒപ്പം ഞാനും ദുഃഖത്തിൽ പങ്കുചേരുന്നു. CPM ജനറൽ സെക്രട്ടറിയുടെ പ്രതികരണമാണ് നമ്മൾ